ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതൊക്കെ. എന്തെന്നാൽ ലസാന ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, അപ്പോൾ ഞാനൊരു വ്ളോഗും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വന്നത്. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും. കുറച്ചും കൂടി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ എങ്ങനെ പറ്റുമെന്ന് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാം ഇൻഷാ അല്ലാ. ചിക്കനൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെ പീസാക്കണം. അതിൽ നിന്ന് ബോൺലെസ് പീസ് മാത്രം എടുത്തിട്ട് അതിന് വേണ്ട പീസ് ചെറുതായിട്ട് കട്ട് ചെയ്യണം. പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യം തന്നെ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഓക്കെ, അതേപോലെ സബ്സ്ക്രൈബും. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമുക്ക് അടിപൊളി ലസാന ഉണ്ടാക്കിയാലോ. അതിനായി ഞാൻ ഇവിടെ ബോൺലെസ് പീസ് ചിക്കനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നല്ലപോലെ കഴുകി ഇങ്ങനെ ആറാൻ വെച്ചിട്ടുണ്ടൊക്കെ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. എന്നിട്ട് ഞാനിത് സവാളയും കൂടി നല്ലപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ചെറിയ ചെറിയ പീസായിരിക്കണം ഒക്കെ സവാള അരിയേണ്ടത്. പിന്നെ അതിന് വേണ്ട ക്യാപ്സിക്ക, ബാക്കി ഐറ്റംസൊക്കെ ഇതിന് യൂസ് ചെയ്യുന്നതൊക്കെ ഞാൻ ആദ്യം തന്നെ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാട്ടിക്കാം. ഇതാ ക്യാപ്സിക്കം അതേപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ വെളുത്തുള്ളി ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചത്. പിന്നെ മൈദ വേണം, പാല്, ചീസ്, പിന്നെ ടൊമാറ്റോ സോസ്, ബട്ടർ, ബ്രെഡ്, പിന്നെ പെപ്പർ പൗഡർ, അതേപോലെ ഒറിഗാനോ. ഇത്ര ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ലസാന ഉണ്ടാക്കാം. ഒക്കെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. ഒക്കെ ഇത് നിങ്ങൾ കണ്ടാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. കഴിക്കാനും അത്ര തന്നെ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും. ആദ്യം ഞാനിതാ പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് പിന്നെ കട്ട് ചെയ്ത് വെച്ച ആ വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുത്ത് വെക്കുക. അത് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴേക്ക് തന്നെ ഈ സവാള അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ചെറിയ തീയിലായിരിക്കണം ഒക്കെ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ചിങ്ങനെ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിന്നാൽ മതിയൊക്കെ. സവാള ഇത് കുറച്ച് ബ്രൗൺ കളർ ആയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ബാക്കി ഇടേണ്ട ചിക്കന് ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. നല്ല ടേസ്റ്റിയാണ്. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ ഞാൻ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കാട്ടിച്ച് തരുന്നുണ്ട്. അങ്ങനെ ഞാൻ സവാള ബ്രൗൺ കളർ ആയിക്കിട്ടി അതിലേക്ക് പിന്നെ ഈ ബോൺലെസ് പീസ് കട്ട് ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിട്ടതിന് ശേഷം ചെറിയ തീയിൽ കുറച്ച് അധിക സമയം ഇങ്ങനെ വെക്കണം. ഇല്ലെങ്കിൽ ഈ ചിക്കനൊക്കെ വെന്ത് കിട്ടണമല്ലോ. ചെറിയ ചെറിയ പീസായിക്കൊണ്ട് അത് വേവാൻ അത്ര പണിയൊന്നുമില്ല. ഓൾറെഡി ബോൺലെസ് പീസ് വെക്കും. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പാകമായിട്ട് കിട്ടുമൊക്കെ. എന്നിട്ട് ചെറിയ തീയിൽ കുറേ സമയം ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അടുക്കൊന്നും പിടിച്ച് പോകരുത്. ചിക്കന് കുറച്ചൊരു വെന്തെന്ന് നമുക്ക് കണ്ടാൽ അതിന് ശേഷം അതിലേക്ക് തന്നെ കട്ട് ചെയ്ത ക്യാപ്സിക്കം ഇടാം. പിന്നെ ഇത് പെപ്പർ പൗഡർ, ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ടാൽ മതി. ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെയും ഇതേപോലെ കുറച്ച് സമയം ചെറിയ തീയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കണമൊക്കെ. ക്യാപ്സിക്കം നല്ലോണം ചതയണം എന്നൊന്നുമില്ല. ഒക്കെ ക്യാപ്സിക്കം കുറച്ച് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് അല്ല. അത് കഴിഞ്ഞ് ഞാനിതാ വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ബട്ടർ ആദ്യം ഇട്ട് കൊടുക്കണം. നല്ലപോലെ ബട്ടർ ഇട്ട് കൊടുക്കണം ഒക്കെ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മൈദ ഇട്ട് കൊടുക്കണം. ഈ മൈദ ബട്ടറിൽ ഇതുപോലെ ഇങ്ങനെ വറുത്തെടുക്കണം. ചെറിയൊരു യെല്ലോ കളറ് ആകുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ പാലൊഴിച്ച് കൊടുക്കുന്നതൊക്കെ. ഇത് വൈറ്റ് സോസ് നല്ലോണം ക്വാണ്ടിറ്റി വേണമെങ്കിൽ മാത്രം ഇത്ര മൈദ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ 1 or 2 സ്പൂണ് അല്ലെങ്കിൽ ഒക്കെ 4-5 സ്പൂണൊക്കെ മൈദ ഇട്ടാൽ മതി.
ചില ആൾക്കാർ അങ്ങനെ കൂടുതൽ സോസ് യൂസ് ആക്കാറില്ല. പക്ഷെ ഞാൻ വൈറ്റ് സോസ് നല്ലോണം ഇട്ട് കൊടുക്കും. അപ്പോൾ അവർ ലസാനൊക്കെ നല്ലൊരു കഴിക്കുന്ന സമയത്തെല്ലാം ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും. പെട്ടെന്ന് ഇങ്ങനെ കടിച്ചിട്ട് കഴിക്കാനൊക്കെ പറ്റുമൊക്കെ. അത്ര ഹാർഡൊന്നും ഉണ്ടാവില്ല. പിസ്സ ഒക്കെ കുറച്ച് ഹാർഡല്ലേ, അതുപോലെ ഒന്നും ആയിരിക്കില്ല. ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് നമ്മൾ എല്ലാം ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നതല്ല. ഇത് എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യുന്നില്ല, എല്ലാം ബോയിലാക്കിയിട്ട് ചെയ്യുന്നതല്ല. പിന്നെ ഈ മൈദയും പാലും ഒന്ന് മിക്സായി കിട്ടാനും കുറച്ച് ടൈം പിടിക്കും. ആദ്യം ഇങ്ങനെ ഇട്ട സമയത്ത് മൈദ ഇങ്ങനെ കട്ട പിടിച്ചിട്ടൊക്കെ ഉണ്ടാവുമൊക്കെ. അപ്പോൾ നല്ല പോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് രണ്ടും നല്ല കറക്റ്റൊരു ആ ഒരു മിക്സാവും. എന്നിട്ട് അതിലേക്ക് പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുക്കണമൊക്കെ. ഇത് കറക്റ്റ് സെറ്റായതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. മൈദ ഇങ്ങനെ കട്ട പിടിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ എല്ലാം അലിഞ്ഞിട്ട് കറക്റ്റ് പാലും മൈദയും സെറ്റായിന്ന് കണ്ടാൽ അതിലേക്ക് ബാക്കി ഐറ്റംസൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ആദ്യം ഞാൻ പെപ്പർ ഒരു സ്പൂൺ ഇട്ട് കൊടുത്ത് അതിന് കഴിഞ്ഞ് ഇതാ ചില്ലി ഫ്ലേക്സ് ഇതൊക്കെ ആദ്യം തന്നെ റെഡിയാക്കിയിട്ട് വെക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇട്ട് കൊടുക്കാമല്ലോ. ഞാൻ ചില്ലി ഫ്ലേക്സൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മിക്സിയിൽ അടിച്ചിട്ടുള്ള വെച്ചിട്ടുണ്ടായിരുന്നു. അത് വലിയ പണിയൊന്നുമില്ല. ഒരു 5 മുളകൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. നല്ലോണം അടിച്ച് ഇങ്ങനെ പൗഡർ ആ രീതിയിലാവാൻ പാടില്ല, ഒക്കെ ജസ്റ്റ് അടിച്ചാൽ മതി. എന്നിട്ട് ഞാൻ ഇത് അവസാനം ഒറിഗാനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വൈറ്റ് സോസിലേക്ക് അധികമൊന്നും ഇടാനില്ല, ഇത്രയും ഐറ്റംസ് ഇട്ടാൽ മതിയൊക്കെ. പിന്നെ ചീസ് ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ കൂടെ. ഞാൻ സോസ് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ പെപ്പർ ഇതൊക്കെ ഇടുന്ന സമയത്ത് ചീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നും മറക്കാൻ പാടില്ല, അതൊക്കെ വൈറ്റ് സോസിൽ തന്നെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതാ ഞാനൊരു പാൻ എടുത്ത് ഇതിനൊക്കെ ഒന്ന് പാനിലിട്ടിട്ട് സെറ്റാക്കണമല്ലോ, ഓരോ ലെയറാക്കിയിട്ട്. അങ്ങനെ എൻ്റെ മസാല റെഡിയായി, അതേപോലെ വൈറ്റ് സോസ് റെഡിയായി. അങ്ങനെ ഞാൻ പാന് എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഗീ ഇട്ട് കൊടുത്തൊക്കെ. ഗീ ബട്ടർ ഏതായാലും കുഴപ്പമില്ല. പിന്നെ നല്ലോണം ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടുക്കൊക്കെ പിടിക്കും. അതേപോലെ വെക്കുന്ന സമയത്ത് ചെറിയ തീയിലായിരിക്കണം ഒക്കെ. ആദ്യം ഈ പാനിലേക്ക് പിന്നെ ഗീ തടവിയിട്ട് അതിന് ശേഷം ഇതാ ഞാൻ വൈറ്റ് സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വൈറ്റ് സോസ് ഫുള്ളൊന്ന് പാനിൽ ഫുള്ളൊന്ന് സ്പ്രെഡ് ആക്കണമൊക്കെ, എല്ലാ അറ്റത്തേക്കും സ്പ്രെഡ് ആയതിന് ശേഷം അതിലേക്ക് ഞാൻ ഇതാ 4 കഷ്ണം ബ്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 4 പീസാണ് അങ്ങനൊന്നും ഒക്കെ, ഫുള്ള് ആ പാത്രം ഫില്ലാകുന്ന രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഇടയിലെല്ലാം ബ്രെഡിനിങ്ങനെ ഒരു ബ്രെഡിനെടുത്തിട്ട് 2 പീസാക്കിയിട്ട് ഇടയിലൊക്കെ ഫില്ലാക്കിയിട്ട് അങ്ങനെയൊക്കെ കൊടുക്കാം. ഇങ്ങനെ മുഴുവനും ഫില്ലായിട്ട് കിട്ടിയിട്ട് ആകുമ്പോഴേക്കില്ല നല്ല ലസാന നല്ല തിക്കായിട്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും. അങ്ങനെ ഞാനിതാ ആദ്യം വൈറ്റ് സോസ് പിന്നെ ബ്രെഡ് ഇട്ട് ബ്രെഡിന് മുകളിൽ പിന്നെയും വൈറ്റ് സോസ് ഇട്ട് അതിന് മുകളിൽ ഇതാ ആ ചിക്കൻ്റെ മസാല കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടൊക്കെ. ഞാൻ വൈറ്റ് സോസ് കൂടുതൽ ഉണ്ടാക്കിയത് തന്നെ അതുകൊണ്ട് അപ്പം നമ്മൾ ഓരോ ലെയറിലും വൈറ്റ് സോസ് ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കേണ്ടി വരും. അപ്പോൾ കുറച്ചായാലും പിന്നെ അങ്ങനെ മുഴുവനും സ്പ്രെഡൊന്നും ആക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഇത് സെറ്റായിട്ട് കിട്ടുമില്ല നമ്മൾ വിചാരിച്ച ആ ഒരു രീതിയിൽ. അങ്ങനെ ഞാൻ സെക്കൻഡ് ലെയറും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ബ്രെഡൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുള്ളത്. വേണമെങ്കിൽ ഒരു ലെയർ തന്നെ മതി. ഇങ്ങനെ ആദ്യം വൈറ്റ് സോസ് ബ്രെഡ് പിന്നെ മസാല, അതിന് മുകളിൽ വൈറ്റ് സോസ് ഇട്ടിട്ട് ചീസൊക്കെ ഇട്ടിട്ട് ഓഫും ചെയ്യുക. അല്ലെങ്കിൽ ഇതേപോലെ 2 ലെയറോ 3 ലെയറോ അങ്ങനെയും നമുക്ക് ചെയ്യാം, അതൊന്നും പ്രശ്നമില്ല, അവരവരുടെ ചോയ്സൊക്കെ. അങ്ങനെ ഞാനിപ്പോൾ സെക്കൻഡ് ലെയറും കൂടി ഇടാമെന്ന് വിചാരിച്ച. ഇടയിൽ ഇതൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ചില്ലി ഫ്ലേക്സ് അത് നമുക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി. കുട്ടികൾക്ക് ഒരുപാട് കാരമല്ല എങ്കിൽ അവരങ്ങനെ കഴിക്കില്ലല്ലോ. പിന്നെ അവരെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമ്മൾ ഇട്ടാൽ മതി. കൂടുതലും ഇങ്ങനത്തെ എല്ലാം ഡിഷാകുമ്പോഴൊക്കെ കഴിക്കുന്ന കുട്ടികളല്ല, അവർക്കല്ല ഇതൊക്കെ നല്ലോണം ഇഷ്ടപ്പെടലും. അപ്പോൾ അവരൊരു ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് കാരമൊക്കെ ഇട്ടാൽ മതി. ചീസൊക്കെ നല്ലോണം ഇട്ട് കൊടുത്താൽ മതി, അതൊക്കെ എത്ര ഇട്ടാൽ അത്രയും ടേസ്റ്റ് കൂടുമൊക്കെ.
അത് വൈറ്റ് സോസ് ഉണ്ടാക്കുന്ന സമയത്ത് വൈറ്റ് സോസിൽ നല്ലോണം ചീസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇടയിലിടയിൽ ഫില്ല് ചെയ്യൂലേ ഈ വൈറ്റ് സോസ്. അപ്പോൾ ആ ചീസൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലപോലെ ഒട്ടിപ്പിടിച്ചിട്ട് നല്ല സെറ്റായി കിട്ടും. അതുകൊണ്ട് വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ലോണം ചീസ് ഇട്ട് കൊടുത്തോ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ വീണ്ടും ഒരു മുകളിൽ പിന്നെ ഒരു ലെയർ ആക്കുന്നുണ്ട്. ബ്രെഡ് ഇട്ട് കൊടുത്ത് അതേപോലെ വൈറ്റ് സോസ് ഇട്ട് കൊടുത്ത് എന്നിട്ട് ഇടയിലെല്ലാം മുഴുവനായിട്ട് ഫിൽ ചെയ്തുകൊണ്ടുള്ളത്. ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ 2 ലെയറൊക്കെ ഇടണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ലൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം 2 ലെയർ 3 ലെയറൊക്കെ ചെയ്താൽ മതി. 1 ലെയറും കുഴപ്പമൊന്നുമില്ല, അതും കട്ട് ചെയ്യാനും ഒക്കെ പറ്റും. ഇങ്ങനെ വൈറ്റ് സോസൊക്കെ നല്ലപോലെ ഇട്ട് കൊടുത്താൽ, ചീസൊക്കെ ഇട്ട് കൊടുത്താൽ അതെന്തായാലും സെറ്റാവും ഒക്കെ ആ സമയമാകുമ്പോൾക്ക്. അപ്പോൾ കട്ട് ചെയ്യാനും ഈസി ആയിരിക്കും. ഞാൻ പിന്നെ ഈ പാത്രത്തിൽ 2 ലെയറൊക്കെ പിടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 2 ലെയർ ഇടുന്നത്. എന്തായാലും 3 ഇടാൻ പറ്റില്ല, ഇത് അത്ര ഹൈറ്റ് ഇല്ലല്ലോ, ചെറിയ പാനല്ല. പിന്നെ എന്ത് പാത്രമായാലും കുഴപ്പമില്ല, പക്ഷെ നോൺ സ്റ്റിക്ക് എന്നാണോ, ഇല്ലെങ്കിൽ അത് അടുക്കിയൊക്കെ പിടിച്ച് പോകും. അതുപോലെ ഇത് വെക്കുന്ന സമയത്ത് ചെറിയ ഫ്ലെയിമിലായിരിക്കണം ഒക്കെ, ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ എന്തായാലും അത് അടുക്കി പിടിക്കും. ഇതൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്, ചില ആൾക്കാർ ഇങ്ങനെ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഹൈ ഫ്ലെയിമിലെല്ലാം വെച്ചാൽ അത് കത്തി കരിഞ്ഞിട്ടുണ്ടാവും. പിന്നെ എന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലൊക്കെ. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾക്ക് നല്ല സമാധാനത്തിൽ ഇതിൽ ചെയ്ത് നോക്കണം. പിന്നെ സ്പീഡിൽ ഫാസ്റ്റാണോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ചെയ്താലൊന്നും ഇത് ശരിയാവില്ലൊക്കെ. ഓവനൊക്കെ ഉണ്ടെങ്കിൽ നല്ലത്, അതിൽ ഇത്ര മിനിറ്റ് വെച്ചാൽ അത് പെട്ടെന്ന് നമുക്ക് റെഡി ആയിട്ട് കിട്ടും. പിന്നെ ഈ ടെൻഷൻ ഇല്ലല്ലോ അടുക്കി പിടിക്കൊന്നൊന്നും. അങ്ങനെ ഞാനിതാ മുകളിലത്തെ ലെയറും കൂടി റെഡിയാക്കുന്നുണ്ട് മസാല ഇട്ട്. പിന്നെ ആകെ 2 ലെയറേ ഞാൻ ചെയ്യുന്നുള്ളൂ. എനിക്ക് ഈ പാത്രം നല്ല കറക്റ്റാണ്, ഞാനെന്നും ഇതിലെന്നിങ്ങനെ ഉണ്ടാക്കാറൊക്കെ. അത് ഇതിനതേപോലെ ടേബിളിൽ കൊണ്ടുവെക്കും, അവിടുന്ന് പീസാക്കിയിട്ട് എടുക്കും. ഇന്ന് പിന്നെ ഗസ്റ്റൊന്നും ഇല്ലല്ലോ, ഇത് നമുക്ക് തന്നെ ഉണ്ടാക്കുന്നല്ലോ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പാത്രം ഏതായാലും. അങ്ങനെ അവസാനം ഞാനിതാ മുകളിൽ നല്ല പോലെ ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസ് എത്ര ഇട്ട് അത്രയും ടേസ്റ്റ് ഒക്കെ. ചീസ് കുറച്ച് എക്സ്പെൻസീവ്, കുഴപ്പമില്ല, അങ്ങനെ കൂടുതൽ ഇടണം എന്നൊന്നുമില്ല, ഇട്ടത്ര ടേസ്റ്റ് കൂടുതൽ. പിന്നെ ഇത് നല്ല പോലെ ഇങ്ങനെ ചീസ് സ്പ്രെഡ് ആകുമ്പോൾക്ക് അതൊന്ന് സെറ്റായിട്ടും കിട്ടുമല്ലോ, കട്ട് ചെയ്യാനൊക്കെ ഈസിയല്ലേ നമുക്ക്. പിസ്സാനേക്കാളും കൂടുതൽ ടേസ്റ്റാണിത് ഇതേപോലെ നല്ല പോലെ ഉണ്ടാക്കിയാൽ. ലസാന അധികം ആൾക്കാർ ഇങ്ങനെ ഉണ്ടാക്കും, പിന്നെ ഒരുപാട് വേറെ രീതിയിലും ഉണ്ടാക്കുമൊക്കെ. അപ്പം ഞാൻ ഏറ്റവും ഈസിയുള്ള ആ ഒരു ഇത് എടുത്തിട്ട് നിങ്ങൾക്ക് കാട്ടിച്ച് തരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ആൾക്കൊക്കെ ഇത് കണ്ടിട്ടെങ്കിലും ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ഞാൻ ചീസ് ഇട്ടതിന് ശേഷം അവസാനം കുറച്ചും കൂടി വൈറ്റ് സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ഞാൻ ഒരുപാട് വൈറ്റ് സോസ് ഉണ്ടാക്കിക്കൊണ്ട് പിന്നെ കൂടെ ഇട്ടുകൊണ്ട് സെറ്റായിക്കൊണ്ടുണ്ട്. വൈറ്റ് സോസ് കൂടുതൽ ഉണ്ടാക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, അടിയിലും മേലും അങ്ങനെ ഇട്ട് കൊടുത്തങ്ങും മതി. പിന്നെ ഇടയിൽ എന്തായാലും നല്ല മസാല ചീസ് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ. കുറച്ച് കാരം കൂടുതൽ വേണമെന്നുള്ള ആൾക്കാർ ചില്ലി ഫ്ലേക്സൊക്കെ കൂടുതൽ ഇട്ടൊക്കെ വേണമെങ്കിൽ, പെപ്പർ പൗഡർ സ്പൈസി ആയിട്ടെല്ലാം വേണമെങ്കിൽ അത് നിങ്ങളെ ഇഷ്ടം. ഞാൻ പിന്നെ എൻ്റെ കുട്ടികൾക്ക് അത്ര കൂടുതൽ കാരാൽ ചെറിയ മോളൊന്നും കഴിക്കില്ല, അങ്ങനെ കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ഓൾമോസ്റ്റ് എൻ്റെ ലസാന ഇവിടെ റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട്. കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മമ്മ റെഡിയായാന്ന്. അവർക്ക് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോൾക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഫുഡ് ചോദിക്കും, അല്ലെങ്കിൽ ഞാൻ എത്ര വിളിച്ചാലും വരികയില്ല. അപ്പോൾ ഗൈസ് ലസാന ഓൾമോസ്റ്റ് ഇപ്പോൾ റെഡിയായി ഒക്കെ. അങ്ങനെ ഞാനിതാ ലാസ്റ്റ് കുറച്ച് കൂടി ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അനുകൂലത്തിച്ചാക്കും കുറച്ച് കാരമൊക്കെ വേണമൊക്കെ, കുട്ടികൾക്ക് മാത്രം അങ്ങനെ കൂടണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, എന്നാലും കുട്ടികൾക്ക് ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ കാരങ്ങ് കഴിക്കാനൊക്കെ മടിക്കുമല്ലോ. മോളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, മമ്മ റെഡിയായി. ഇങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾക്ക് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കഴിക്കാൻ. ഇങ്ങോട്ട് വന്നിട്ട് ഫുഡ് ചോദിക്കും, അല്ലെങ്കിൽ ഞാൻ എത്ര വിളിച്ചാലും ആ ഭാഗത്ത് വരലില്ല കഴിക്കാൻ, പിടിച്ചിട്ട് കൊടുന്നിട്ടെല്ലാം ഇരുത്തണം.
കുട്ടികൾക്ക് അങ്ങനെ തന്നെയല്ലേ, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അപ്പത്തെക്കാളും അപ്പവും കറിയേക്കാളും ഒക്കെ ഇങ്ങനത്തെ സ്പെഷ്യൽ ഐറ്റംസ് നമുക്ക് അവർക്ക് കഴിക്കാനൊക്കെ ഇൻട്രസ്റ്റിങ് കൂടുതലല്ലേ. അങ്ങനെ എൻ്റെ ലസാന റെഡിയായി. ഞാനിതാ അതിനെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലായിരിക്കണം ഒക്കെ. അത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതിന്, നിങ്ങൾ ഇങ്ങനെ വലിയ ഹൈ ഫ്ലെയിമിലെല്ലാം വെച്ചിട്ട് കത്തിപ്പോവരുത്. ചില ആൾക്കാർ ഇങ്ങനെ അടുപ്പൊക്കെ കുറച്ച് ലോ ഫ്ലെയിമിലായാലും അത് ഭയങ്കര സ്പീഡായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, വേറൊരു പാത്രം ആദ്യം വെച്ചിട്ട് അതിൻ്റെ മുകളിലായിരിക്കണം ഈ പാൻ വെക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അടിക്കൊന്നും പിടിക്കില്ല ഒക്കെ. നല്ല ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ഇത് എല്ലാവരും ഒന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കണം. എന്നിട്ട് എനിക്ക് കമൻറ്റൊക്കെ അയക്കണം, അതേപോലെ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. നെക്സ്റ്റ് അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.